അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ബഹുമാന്യനായ സുഹൈർ ചുങ്കത്തറ അവർകൾ ഇന്ന് ഇവിടെ സൗദി അറേബ്യയിലെ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ പ്രഖ്യാപിച്ച ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്ന പ്രമേയത്തിലൂന്നിയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. ഇനി MICR വേണ്ടി പ്രത്യേക ഒരു സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. വിഷയം സ്ത്രീധനമാണ്. സ്ത്രീധനവും ധൂർത്തും. ബഹുമാന്യനായ സുഹൈർ ചുങ്കത്തറ അവർകളെ വിഷയം അവതരിപ്പിച്ച് ചർച്ച നയിക്കാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ മാതാപിതാക്കളെ, മക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വൈകാരികമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണിത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് കുടുംബങ്ങളുണ്ട്. എന്നാൽ ചില പ്രത്യേക ഭൂഖണ്ഡങ്ങളിൽ, ചില പ്രത്യേക രാജ്യങ്ങളിൽ, ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന വളരെ 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 മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് സ്ത്രീധനം. ദൗർഭാഗ്യകരം, ഏറ്റവും കൂടുതൽ സ്ത്രീധനം പ്രത്യക്ഷമായി നിലനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിലാണ്. സ്ത്രീക്കും കുടുംബജീവിതത്തിനും വിവാഹത്തിനും ഏറ്റവും ഉന്നതമായ പദവി നൽകിയ മതമാണ് ഇസ്ലാം. അനന്തരാവകാശ നിയമം പറയുമ്പോൾ ആണിന്റെ പകുതി പെണ്ണിന് എന്ന് പറയുന്നതിന് പകരം ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിന്റെ ഓഹരി ആണിന് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യത്യസ്തമായ സവിശേഷമായ ഒരു മാതൃക ആണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. 6 സ്ഥലത്താണ് ഖുർആൻ വൈവാഹിക രംഗത്ത് സ്ത്രീകൾക്ക് അങ്ങോട്ട് മഹർ കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. സൂറത്തുൻ നിസാ
സ്ത്രീകൾ എന്ന പേരിൽ ഉള്ള അധ്യായമാണ്, സൂറത്താണ്. അതിന്റെ തുടക്കം മുതൽ ഏതാണ്ട് 37 വരെയുള്ള ആയത്തുകളിൽ വൈവാഹിക രംഗത്ത് നിലനിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, നിലനിൽക്കേണ്ട ഒരുപാട് ആചാര ഉപചാര മര്യാദകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സൂറത്തുൻ നിസായിൽ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു, സ്ത്രീകൾക്ക് അവരുടെ മഹർ സ്വതന്ത്ര ദാനമായി നൽകണം. 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും. വീണ്ടും വൈവാഹിക വിഷയങ്ങൾ, ആരുമായി വിവാഹബന്ധം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുൻ നിസായിലെ 22, 23, 24 ആയത്തുകൾ. അതിൽ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫാത്തുഹുന്ന ഉജൂറഹുന്ന ഫരീദതൻ, നിർബന്ധമായും അവർക്കുള്ള പ്രതിഫലം നിങ്ങൾ നൽകണം. വീണ്ടും 25-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫാത്തുഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫി, മര്യാദക്ക് നിങ്ങൾ അവർക്കുള്ള പ്രതിഫലം കൊടുക്കണം. സൂറത്തുൽ ബഖറയിൽ മഹറുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല ജുസ് ആരംഭിക്കുന്ന വൽ മുഹ്സനാത്തു ഉണ്ടല്ലോ, 24-ാമത്തെ ആയത്ത്, വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത അയ്മാനുക്കും കിതാബല്ലാഹി അലൈക്കും വഉഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗൂ ബിഅംവാലിക്കും. 22, 23 ആയത്തുകളിൽ 24-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ആരുമായൊക്കെ വിവാഹബന്ധം പാടില്ല എന്ന് പഠിപ്പിച്ച ശേഷം അല്ലാഹു പറയുന്നു, വഉഹില്ല ലക്കും മാ വറാഅ ദാലികും, ഇതിനപ്പുറത്തുള്ളത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അൻ തബ്തഗൂ ബിഅംവാലിക്കും, നിങ്ങളുടെ പണവുമായി അവരന്വേഷിക്കണം എന്ന നിലക്ക്. കല്യാണ ആലോചനയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, പെണ്ണ് കാണാൻ പോകുമ്പോൾ അതിന്റെ പണം പോലും കല്യാണം കഴിക്കുന്ന പുരുഷന്റേതാകണമെന്ന് പഠിപ്പിക്കുന്ന മതം. എന്തുകൊണ്ടാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ചിട്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ മേൽനോട്ടം അല്ലാഹു പുരുഷനെ ഏൽപ്പിച്ചത്? നിസായിലെ 34-ാമത്തെ ആയത്ത് നോക്കുക, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാര് പെണ്ണുങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ്. എന്തുകൊണ്ട്? ബിമാ ഫദറല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ചിലരെക്കാൾ മറ്റു ചിലരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നാണ് അവർ ചെലവഴിക്കുന്നത്. അപ്പോൾ കുടുംബത്തിന്റെ ചെലവുകൾ നിർവഹിക്കേണ്ടത് പുരുഷനാണ്. വിവാഹമോചനം ചെയ്യപ്പെട്ട ശേഷം പോലും യുദ്ധകാലത്ത് എവിടെ താമസിക്കണമെന്ന് പഠിപ്പിക്കുന്നു? സ്ത്രീയെ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, നിങ്ങൾ താമസിക്കുന്നിടത്ത്, നിങ്ങളുടെ കാഴ്ചയിൽ, നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളുടെ കൺമുമ്പിൽ അവർ താമസിക്കണം. നിങ്ങൾ ആ സ്ത്രീകളെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. വല യഖ്റുജ്ന, അവർ പുറത്തു പോവുകയും ചെയ്യരുത് എന്നുകൂടി അള്ളാഹു പഠിപ്പിക്കുന്നു. ഇത്രയും മധുരോദാഹരമായി, ഇത്രയും സ്നേഹപൂർണമായി സ്ത്രീയോട് പെരുമാറാൻ പഠിപ്പിച്ചു ഇസ്ലാം. സ്ത്രീയെ പരിഗണിക്കാൻ പഠിപ്പിച്ചു ഇസ്ലാം. ഒരു പെണ്ണ് പോലും അവിവാഹിതയോ വിധവയോ വിവാഹമോചിതയോ ഒരു പെണ്ണ് പോലും ഭർത്താവില്ലാതെ കാലാകാലം കഴിയാൻ ഇടവരരുത്. ആളുകൾക്കിടയിൽ എത്ര തന്നെ വിവാദങ്ങൾ ഉണ്ടായാലും എതിരഭിപ്രായങ്ങൾ ഉണ്ടായാലും ശരി, രാജാധിരാജനായ അല്ലാഹു ഇന്നലെ ഇന്ന് നാളെ എന്ന വ്യത്യാസമില്ലാതെ, മറഞ്ഞത് തെളിഞ്ഞത് എന്ന വ്യത്യാസമില്ലാതെ, അടുക്കെ അകലെ എന്ന വ്യത്യാസമില്ലാതെ, ഉറക്കെ മെല്ലെ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനായ റബ്ബ് നമ്മളെ ഓർമ്മിപ്പിച്ചു ബഹുഭാര്യത്വത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഭർത്താക്കന്മാരുണ്ടായി. ഒരു സ്ത്രീ പോലും ഭർത്താവില്ലാതെ വിഷമിച്ച് വേദനിച്ച് കരയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു.
ഭർത്താവ് മരിച്ച് ഇദ്ദയിൽ കഴിയുന്ന സ്ത്രീ, ആ സ്ത്രീയുടെ മനസ്സിന് വിഷമമുണ്ടാക്കാത്ത വിധത്തിൽ വിവാഹാലോചന നടത്താം, പെണ്ണ് കാണൽ നടത്താം, ഉറപ്പിക്കരുത്, തീരുമാനിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഭർത്താക്കന്മാര് മരിച്ച് യുദ്ധകാലത്ത് കഴിയുന്ന സ്ത്രീകൾക്ക് വരെ വിവാഹാലോചനകൾ വരുന്നു, അന്വേഷണങ്ങൾ വരുന്നു. എന്നിട്ട് അള്ളാഹു പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ആ ഡേറ്റ് കഴിയാതെ കല്യാണം നടത്തരുത് കേട്ടോ, ഉറപ്പിക്കരുത് കേട്ടോ എന്ന്. ആ രീതിയിൽ അത്രമാത്രം സ്ത്രീകളുടെ ജീവിതത്തിന്, സ്ത്രീകളുടെ പ്രശ്നത്തിന്, വിഷമത്തിന് പരിഹാരം കണ്ട മതമാകുന്നു ഇസ്ലാം. അല്ലാഹുമ്മ ഇന്നി വഹദിജു ഫിൽ വഈഫൈൻ, അല്ലാഹുവേ രണ്ട് ദുർബലരായ ആളുകളുടെ കാര്യത്തിൽ ഞാൻ എന്റെ വിഷമം ഞാനിതാ നിന്നെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മർഅ, സ്ത്രീ എന്നാണ്. അസ്സാഇലൽ അർമലത്തി വൽ മിസ്കീൻ, വിധവക്കും അഗതിക്കും വേണ്ടി പണിയെടുക്കുന്നവൻ, സേവനമനുഷ്ഠിക്കുന്നവൻ, കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനെ പോലെയാണ്. അൽ ഖായിമിൽ ലൈല, രാത്രി മുഴുവൻ എഴുന്നേറ്റ് ഉണർന്ന് നിസ്കരിക്കുന്നവനെ പോലെ. അസ്സായിമിൻ നഹാർ, എല്ലാ ദിവസവും നോമ്പെടുക്കുന്നവനെ പോലെയാണ് എന്ന് അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരി, എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം കടന്നു വന്നത്? അതെവിടുന്ന് വന്നു? ആര് കൊണ്ടുവന്നു? ശരി, ആ പഴങ്കാല കഥകളിലേക്ക് കടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം എന്നാണ്, മഹർ കൊടുക്കണം. അതിന് വിരുദ്ധമാണ് സ്ത്രീധനം. എന്താണ് സ്ത്രീധനം? പെണ്ണിന്റെ പുറമെ ധനോത്തിന്റെ ഉപകാരം നാവുകൊണ്ടോ അല്ലാതെയോ ബോഡി ലാംഗ്വേജ് കൊണ്ടോ അല്ലെങ്കിൽ നാവുകൊണ്ടോ സന്ദർഭം സാഹചര്യവും കൊണ്ടോ ആവശ്യപ്പെടുന്ന എല്ലാ സാമ്പത്തിക നിബന്ധനകളും സ്ത്രീധനമാണ്. പണമോ പണ്ടമോ പറമ്പോ ജോലിവാനമോ എന്തായാലും സ്ത്രീധനമാണ്. അപ്പോൾ ആ സ്ത്രീധനത്തിന് ഇസ്ലാമികമായ വിധി എന്ത് എന്നത് ആർക്കും ഇന്ന് സംശയത്തിന് അവകാശമില്ലാത്ത വിധം വ്യക്തമാണ്, തെറ്റാണ്, കുറ്റമാണ്. ഹറാം എന്ന വാക്ക് അതിന് ഉപയോഗിക്കണോ? പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്, അതല്ലെങ്കിൽ ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, ബൗദ്ധന്, ജൂതന്, നിരീശ്വരവാദിക്ക്, ഈശ്വര വിശ്വാസിക്ക്, മനുഷ്യന് തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ശരി, ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സ്നേഹത്തിന്റെയും രംഗമായ കുടുംബജീവിതത്തിലേക്ക് കണ്ണീരും കൈയുമായി സ്ത്രീധനം കടന്നു വരികയാണ്. ഏറ്റവും വലിയ സ്ത്രീധനം ഏതാണ്? പെണ്ണിന്റെ വീട്ടുകാർ, ബാപ്പയാകട്ടെ, പിതാവാകട്ടെ, അച്ഛനാകട്ടെ, സഹോദരി സഹോദരന്മാരാകട്ടെ, നാട്ടുകാരാകട്ടെ, ഉണ്ടാക്കണം എന്ന് നിബന്ധനയായി വരുന്ന സാമ്പത്തിക അധിക ഭാരം, അത് പണമായാലും പണ്ടമായാലും പറമ്പായാലും അറയായാലും വിസയായാലും ജോലി വാഗ്ദാനമായാലും സ്ത്രീധനമാണ്. എങ്കിൽ ഏറ്റവും കടുത്ത സ്ത്രീധനമായി നിലനിൽക്കുന്നത് ഇന്ന് ആഭരണമാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആഭരണം നമ്മുടെ സഹോദരിമാരുടെ ശരീരത്തിൽ ചത്തുമലച്ച് ഡെഡ് അസറ്റായി കിടക്കുകയാണ്. രണ്ടാമത്തെ സ്ത്രീധനം മരുമക്കത്തായ സമ്പ്രദായത്തിലെ അറയാണ്. പുരുഷനും പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ് വേണ്ടത്, പെണ്ണ് പുരുഷനെ കല്യാണം കഴിക്കുകയല്ല വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ എവിടെ താമസിക്കണം? അത് ഭർത്താവിന്റെ വീട്ടിലോ ഭാര്യ വീട്ടിലോ സഹോദരി സഹോദരന്മാരുടെ വീടുകളിലോ കുടുംബങ്ങളുടെ വീടുകളിലോ ഹോട്ടലിലോ ലോഡ്ജിലോ എവിടെയും താമസിക്കാം. പക്ഷേ ആരുടെ ചെലവിൽ താമസിക്കണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, 34-ാമത്തെ ആയത്ത് നിസായിലെ. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയതിനാൽ. ബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവരാണ് കുടുംബത്തിന്റെ ചെലവ് നിർവഹിക്കേണ്ടത് എന്നതിനാൽ. അപ്പോൾ ഭക്ഷണം പുരുഷന്റെ വകയാകണമെങ്കിൽ, വസ്ത്രം പുരുഷന്റെ വകയാകണമെങ്കിൽ, വീടും പുരുഷന്റെ വക തന്നെയാകണം. എങ്കിൽ അറ പുരുഷന്റെ ചെലവിലാകണം. ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ അറ ഓരോ വലിയ വലിയ തറവാടുകളിലും പെണ്ണിന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കടം വാങ്ങി ഉണ്ടാക്കുന്നു, അല്ലാതെയും ഉണ്ടാക്കുന്നു. അത് ന്യായമല്ല
പുരുഷൻ ആണ് മേധാവി, പുരുഷനാണ് മേൽനോട്ടാധികാരം എങ്കിൽ അവന്റെ ചെലവിലാകണം. വാടകക്കായാലും അല്ലെങ്കിലും ശരി. അപ്പോൾ കുടുംബത്തിന്റെ ചെലവ് നിർവഹിക്കേണ്ടത് പുരുഷനാണ് എന്ന നിലക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ സ്ത്രീധനം ആഭരണമാണ്. ഒന്നാമത്തേത് ആഭരണമാണ്, രണ്ടാമത്തേത് അറയാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹർ അങ്ങോട്ട് കൊടുക്കണമെന്ന് കൽപ്പിച്ചു എന്നത് എല്ലാവർക്കും അറിയാം. കാരണം പുരുഷനാണ് സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് എന്ന് പറയാം. തലാഖ് ചെല്ലാനുള്ള അധികാരം എല്ലാ അവസ്ഥയിലും പുരുഷന് മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 22 മുതൽ നിസാ 22, 23, 24, 25, 26, 27 ആയത്തുകളിൽ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സാവകാശം എല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 22, 23, 24 ആയത്തുകളിൽ ആരുമായ വിവാഹബന്ധം പാടില്ല എന്ന് പഠിപ്പിച്ചു. 25-ാമത്തെ ആയത്തിൽ വമല്ലം യസ്തതി മിൻകും ഖൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തി ഫമിമ്മാ മലക്കത് അയ്മാനുകും മിൻ ഫതയാത്തികുൽ മുഅ്മിനാത്ത്, നിങ്ങളിൽ സ്വതന്ത്രകളായ വിശ്വാസിനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ അടിമ സ്ത്രീകളെ കല്യാണം കഴിച്ചുകൊള്ളട്ടെ. അവരുടെ കുടുംബങ്ങളുടെ അനുമതിയോടുകൂടി കല്യാണം കഴിക്കണം. അവിടെ സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വ്യഭിചാരത്തിന്റെയോ ദുഷ്പ്രവർത്തനങ്ങളുടെയോ യാതൊരു ലാഞ്ചനയുമില്ലാത്ത കാമുകന്മാരെ സ്വീകരിക്കാത്ത സ്ത്രീകളായിരിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്നു നിങ്ങൾ വഴിതെറ്റി പോകുമോ വ്യഭിചരിച്ചു പോകുമോ എന്ന് ഭയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കേണ്ടതുള്ളൂ. ക്ഷമിക്കയാണ് നല്ലത്. എന്നിട്ട് അള്ളാഹു പറയുന്നു യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഇതാ വിവരിച്ചു തരികയാണ്. വയഹ്ദിയക്കും സുനനലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മാതൃക നിങ്ങൾക്ക് ഹിദായത്തായി പഠിപ്പിച്ചു തരികയാണ്. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിവാഹരംഗം സൂറത്തുൽ ഖസസിൽ പറയുന്നത് നമ്മൾ കേട്ട് വായിച്ചിട്ടുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതാണെന്ന് പറയുന്നു. മകളെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിക്കുമ്പോൾ 8 വർഷക്കാലം അവിടെ കൂലിപ്പണിയെടുത്ത് കഴിഞ്ഞുകൂടുകയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ മക്കളിൽ നിന്ന് സ്ത്രീധനം വാങ്ങുകയല്ല ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഇത്തരം മാതൃകകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ അനുയായികളുമെല്ലാം മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് വിവാഹം കഴിക്കുക എന്നതാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ട് ചെലവഴിക്കാനാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. എന്നിട്ട് അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വയുരീദു ലദീന യത്തബിഊന ശഹവാത്തി അൻ തമീലു മൈലൻ അദീമ, തോന്നിയാസങ്ങളെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകളാകട്ടെ നിങ്ങൾ വ്യക്തമായി പിഴച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. 27-ാമത്തെ ആയത്ത്. 28 വീണ്ടും പറയുന്നു യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. വഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യൻ വളരെ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലാളിത്യമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ലഘൂകരണമാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഭാരമല്ല. നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ ബഖറ 183 മുതൽ 186 വരെ ആയത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അവൻ നിങ്ങൾക്ക് ഞെരുക്കമല്ല ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ഹജ്ജ് അവസാനത്തെ ആയത്തുകളിൽ പറയുന്ന 2 ആയത്തുകളിൽ പറയുന്നു വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, നിങ്ങൾക്ക് മതത്തിൽ യാതൊരു വിഷമവും അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരൊറ്റയാളെയും അല്ലാഹു കഴിവിൽപ്പെടാത്ത നിർബന്ധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്തിൽ, അവസാനത്തെ ഭാഗത്തിൽ എന്താണ്? റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ നസീനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. അത് മതപരമായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ബാധകമാണ്. പടച്ചോനെ കഴിവിൽപ്പെടാത്ത ഞങ്ങൾ നിർബന്ധിക്കല്ലേ. ഇന്നദീന യുസ്റുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നദീന യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്, മതം വളരെ എളുപ്പമാണ്. വലയുസാദ ഹാദ ദീന റജുലുൻ, ഈ മതത്തെ ആര് കെട്ടിക്കൂട്ടുന്നുവോ പ്രയാസകരമാക്കുന്നുവോ ഇല്ലാ ഗലബഹു, അതവൻ അവസാനം തോൽപ്പിച്ചു കളയാതിരിക്കില്ല. അപ്പോൾ അള്ളാഹു ലാളിത്യം ഉദ്ദേശിക്കുന്നു, എളുപ്പം ഉദ്ദേശിക്കുന്നു. എന്നിട്ട് 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അർഹതയില്ലാതെ അവകാശമില്ലാതെ നിങ്ങൾ തമ്മിൽ പണം തിന്നരുത്.
വൈവാഹിക വിഷയങ്ങൾ പറയുന്നിടത്താണ് പറയുന്നത്. എന്താണ് ഹറാമായ ഇവിടുത്തെ സാമ്പത്തികമായ ഇടപാട്? മഹറാണോ? അല്ല. സകാത്താണോ? അല്ല. സദഖയാണോ? അല്ല. പണയമാണോ? അല്ല. കച്ചവടത്തിന്റെ ലാഭമാണോ? കൃഷിയുടെ വിളവാണോ? ജോലിയുടെ കൂലിയാണോ? വേലയുടെ ശമ്പളമാണോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനന്തരാവകാശമോ അല്ലെങ്കിൽ അനുവദനീയമായ മറ്റേതെങ്കിലും മേഖലയാണോ പറഞ്ഞത്? അല്ല. ഈ രംഗത്ത് എന്താണ് പരസ്പരം തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ വിഷയം? അത് സ്ത്രീധനം ആണ്. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല. കുലം വാലക്കും കുമ്പിൽ ബാത്തിൽ ഇല്ല അന്തകുന തിജാറത്തൻ തറാദിമിൻകും, പരസ്പരം സംതൃപ്തിയോടുകൂടി നടക്കുന്ന കച്ചവടമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കച്ചവടം തന്നെ അനുവദനീയമാകണമെങ്കിൽ സംതൃപ്തി വേണമെന്ന് പഠിപ്പിക്കുന്നു. അത്ഭുതകരമായ അതിശയകരമായ വിഷയമാണ്. അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, അക്രമപരമായി ശത്രുതാപരമായി ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ആകാം, എല്ലാത്തരം ഹറാമുകളെ പറ്റിയും ആകാം. നാം തീർച്ചയായും അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹുവിനത് വളരെ എളുപ്പമാണ്. എന്നിട്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പാപങ്ങളെ നാം നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങളെ മാന്യമായ സ്ഥാനത്ത് നാം പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു പറയുന്നു. അടുത്ത ആയത്തിലൂടെ അനന്തരാവകാശവുമായും മറ്റും ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി അവിടെ പറയുന്നുണ്ട്. അള്ളാഹു ചിലരെക്കാൾ മറ്റുള്ളവർക്ക് ശ്രേഷ്ഠത നൽകിയത് നിങ്ങൾ ആഗ്രഹിക്കരുത്. ആണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതിന്റെ ഓഹരിയുണ്ട്. പെണ്ണുങ്ങൾക്ക് അവര് സമ്പാദിച്ചതിന്റെ ഓഹരിയുമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ചോദിച്ചോളൂ എന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ടാണ് 34-ാമത്തെ ആയത്തിൽ പറയുന്നത്, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ് എന്ന്. അപ്പോ വൈവാഹിക രംഗത്ത് ആവശ്യമായ ഒരുപാട് മര്യാദകളും മാന്യതകളും സംസ്കാര രീതികളും ഇവിടെ പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. ശരി, അപ്പോൾ വൈവാഹിക രംഗത്ത് മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് സൂറത്തുൻ നൂറിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക്, നല്ലവരായ അടിമ സ്ത്രീ പുരുഷന്മാർക്ക് കല്യാണം ഉണ്ടാക്കണം. അവര് പരമദരിദ്രരാണെങ്കിലും ശരി, അള്ളാഹു അവന്റെ പക്കലുള്ള അനുഗ്രഹം കൊണ്ട് അവരെ ഐശ്വര്യവാന്മാരാക്കിക്കൊള്ളും എന്ന്. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത്? കല്യാണം കഴിക്കുന്ന ചെറുക്കൻ പാവപ്പെട്ടവനാണ്, അവന് വീടില്ല, ജോലിയില്ല, വരുമാനമില്ല, ശമ്പളമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. അള്ളാഹു പഠിപ്പിക്കുന്നു, ഇൻയകൂനു ഫുഖറാ, അവർ പരമദരിദ്രരാണെങ്കിൽ, ഫക്കീർമാരാണെങ്കിലും ശരി, യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവരെ ഐശ്വര്യവാന്മാരാക്കിക്കൊള്ളും. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലമായുള്ളവനാണ്. ആർക്കൊക്കെ എത്രയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണം എന്നതിനെപ്പറ്റി സമ്പൂർണമായ ജ്ഞാനമുള്ളവനാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ രംഗത്ത് പോലും അല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്ന മര്യാദ വ്യക്തമാണ്. അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങാനല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സലാസത്തുൻ ഹഖുൻ അലല്ലാഹി ഔനുഹു, 3 കൂട്ടരെ സഹായിക്കൽ അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അതിലൊന്ന് അന്നാഖിഹു യുരീദുൽ അഫാഫ്, മര്യാദക്ക് വേണ്ടി, ചാരിത്ര സംരക്ഷണത്തിന് വേണ്ടി, വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷൻ. അവ ഇസ്ലാം പഠിപ്പിച്ചത് പുരുഷനെ സഹായിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സദസ്സിൽ വന്ന പല സഹാബിമാരെ സഹായിച്ചിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ വന്നിട്ടുണ്ട്. കല്യാണം കഴിക്കണ്ട നീ എന്നല്ല പറഞ്ഞത്, എന്താ നീ അങ്ങോട്ട് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, വിശദമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുസ് സദാഖി ഐസറുഹു, ഖൈറുസ് സദാഖി ഐസറുഹു. ഹാക്കിമിന്റെ മുസ്തദറക്കിലെ 2742-ാമത്തെ ഹദീസിൽ പറയുകയാണ്, ഏറ്റവും നല്ല മഹർ, ഏറ്റവും നല്ല മഹർ, ഏറ്റവും നല്ല മഹർ, ഏറ്റവും ശ്രേഷ്ഠമായ മഹർ, ഏറ്റവും ലളിതമായതാണ്. ഖൈറുൻ നിക്കാഹി ഐസറുഹു. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ശ്രേഷ്ഠമായ
ഏറ്റവും ശ്രേഷ്ഠമായ മഹർ ഏറ്റവും ലളിതമായതാണ്. അവിടുന്ന് പറയുന്നു, ഇന്ന മിൻ യംനിൽ മർഅതി തൈസിറു ഖിദ്ബതിഹാ വതൈസിറു സദാഖിഹാ. ഒരു പെണ്ണിന്റെ മഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ വളരെ എളുപ്പമായിരിക്കും, അവൾക്ക് മഹർ കൊടുക്കൽ വളരെ എളുപ്പമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ നല്ല പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ, നല്ല പെൺകുട്ടിയുടെ ആങ്ങളമാരെ, നല്ല പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ആങ്ങളമാരും ചെയ്യേണ്ടത് എന്താണ്? വിവാഹാലോചന എളുപ്പമാകണം, വിവാഹം എളുപ്പമാക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ ഏറ്റവും നല്ല വിവാഹം, ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് എന്നവിടുന്ന് പഠിപ്പിക്കുന്നു. മതം വളരെ എളുപ്പമാണ്. മതത്തിൽ അള്ളാഹു നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കിയിട്ടില്ല, വ്യക്തമാണ്. ഈ രംഗത്ത് ഗൾഫ് നാടുകളിൽ, അറബ് നാടുകളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ മഹറിന്റെ വർദ്ധമാനമായ വർധനവ് കാരണം ഒരുപാട് സഹോദരന്മാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ദുബായിൽ 27 വയസ്സിന് മേലെ പ്രായമുള്ള പെണ്ണുങ്ങൾ മീറ്റിംഗ് കൂടി. അവർ ചുട്ടുപൊള്ളുന്ന, വേദനിക്കുന്ന, പൊള്ളുന്ന വാക്കുകൾ കൊണ്ടൊരു കത്ത് തയ്യാറാക്കി. അത് ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്ക് അയച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ന്യായമായ അനുവദനീയമായ മാർഗത്തിൽ ചേർക്കണേ എന്നാവശ്യപ്പെടുന്ന ദീനദയനീയമായ കത്ത്. സഹോദരി, മാനാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഏതൊരു പെണ്ണാണ് അത്തരം ഒരു കത്ത് എഴുതാൻ എപ്പോഴാണ് തയ്യാറാവുക എന്നാലോചിക്കുക. സാധാരണ ഒരു പെൺകുട്ടി തയ്യാറാകുമോ? ഇല്ല. പിന്നെയോ ഒരുപാട് കാലം അവർ ഒരു പുരുഷന്റെ ഹലാലായ അനുവദനീയമായ സ്പർശം കാത്തുനിന്നു, വന്നില്ല. വർദ്ധമാനമായ മഹർ കൊണ്ടാണ് അവിടെ പുരുഷന്മാർ കല്യാണം കഴിക്കാൻ വൈകുന്നത്. അവർ ഒരുപക്ഷെ പടിഞ്ഞാറൻ നാടുകളിൽ തെറ്റായ വഴിക്ക് പോകുന്നവരുണ്ടാകാം. ഇന്ത്യയിലെ ഹൈദരാബാദ് പോലെയുള്ള പ്രദേശങ്ങളിൽ, മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ വന്നിട്ട് ലളിതമായ മഹർ കൊണ്ട് കല്യാണം കഴിക്കുന്നുണ്ടാകാം. അറബ് നാടുകളിലെ പെണ്ണുങ്ങൾ വിവാഹമോചിതകൾ ധാരാളമുണ്ട്, വിധവകൾ ധാരാളമുണ്ട്, അവിവാഹിതകൾ ധാരാളമുണ്ട്. തീർച്ചയായും എല്ലാത്തിന്റെയും പരിഹാരം ഏറ്റവും നല്ല മഹർ, ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 വിവാഹങ്ങൾ നടത്തി. സമൂഹത്തിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരിമാരെ, വിധവകളും വിവാഹമോചിതകളുമായ സഹോദരിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു. മറ്റു സഹാബിമാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് പാലിച്ച മര്യാദ നോക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ, അവിടുന്ന് കല്യാണം കഴിച്ച ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക് മഹർ കൊടുത്തത് സ്വർണാഭരണമല്ല, ആഭരണം അവിടുന്ന് മഹർ കൊടുത്തേയില്ല. ആഭരണം മഹർ കൊടുക്കാമോ വേണ്ടേ എന്ന ചർച്ചയല്ല. പിന്നെയോ ആഭരണം മഹർ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് നൽകിയ ഒരു ഫത്വയിൽ 1-ാം വാള്യം 168, 166, 167, 168 പേജുകളിൽ കാണാം. കാനത്ത് മുഹൂറു നിസാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 ദിർഹം, 500 ദിർഹമായിരുന്നു മഹർ. തുആദിലുൽ യൗമ 130 റിയാലൻ തഖരീബൻ, ഇന്നത്തെ 130 റിയാലിന് സമമാണ്. മുഹൂറു ബനാത്തിഹി, അവിടുത്തെ മക്കളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളുടെ മഹറാകട്ടെ 400 ദിർഹം, 400 ദിർഹമായിരുന്നു. തുആദിലു 100 റിയാലിൻ തഖരീബൻ, അഥവാ ഏതാണ്ട് 100 റിയാല്, 1500 രൂപ, 1500 രൂപ. ആ കണക്കിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ വീടുകളിൽ നൽകിയ മഹർ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മഹാനവറുകൾ പറയുന്നു, അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ മഹിതമായ മാതൃകകളുണ്ട്. സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്ത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വകുല്ലമാ കാനത്തി തകാലിഫു അഖല്ലു വഅയ്സർ, ചെലവ് എത്ര തന്നെ കുറയുന്നുവോ എളുപ്പമാകുന്നുവോ, സുഹുല ഇഖ്ഫാഫുർ റിജാലി വന്നിസാ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ചാരിത്ര സംരക്ഷണം, വൈവാഹിക ജീവിതത്തിലൂടെയുള്ള ചാരിത്ര സംരക്ഷണം എളുപ്പമാകുന്നു. വഖല്ലത്തിൽ ഫവാഹിശ് വൽ മുൻകറാത്ത്, തിന്മകളും ചിത്തത്തരങ്ങളും നിരക്ഷതകളും കുറയുന്നു. വകസുറത്തുൽ ഉമ്മത്തു, സമുദായത്തിലെ അംഗബലം വർദ്ധിക്കുന്നു. കുല്ലമാ അളുമത്തി തകാലിഫു, ചെലവ് വർദ്ധിക്കുന്നതോറും തനാഫുസു അന്നാസി ഫിൽ മുഹൂരി, മഹറിന്റെ കാര്യത്തിലുള്ള കിടമത്സരം വർദ്ധിക്കുമ്പോൾ കല്ലസിവാജ്, വിവാഹം കുറയുന്നു. വകസുറ സിഫാഹു, വ്യഭിചാരം വർദ്ധിക്കുന്നു. വതഅത്തല ശബാബു വൽ ഫതയാത്തു, സഹോദരന്മാർ, യുവാക്കൾ വിവാഹ ജീവിതമില്ലാതെ വലയുന്നു ഇല്ല. മാഷാ അല്ലാഹ്,
മൻഷാ അല്ലാഹു ഉദ്ദേശിക്കുന്നവരൊഴികെ. ഫനസീഹത്തി ലിജമീഇൽ മുസ്ലിമീൻ ഫി കുല്ലി മകാനിൻ, ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമുദായത്തോട് എന്റെ ഉപദേശം ഇതാണ്. തൈസീറുൻ നിക്കാഹ്, വിവാഹം എളുപ്പമാക്കണേ. വതസ്ഹീലുഹു, അത് ലളിതമാക്കണേ. വതആവുനു ഫീ ദാലിക, അതിലെല്ലാവരും പരസ്പരം സഹകരിക്കണേ. വൽ ഹിദ്റു കുല്ലൽ ഹിദ്ർ മിനൽ മുതാലബത്തി ബിൽ മുഹൂരി കസീറ, ധാരാളം മഹർ ചോദിക്കുന്നത് എല്ലാ നിലക്കും സൂക്ഷിക്കണേ. വൽ ഹിദ്റു ഐലൻ മിന തകല്ലുഫി ഫിൽ വലായിമി, വിവാഹ സൽക്കാരങ്ങൾ അമിതമാകരുത്. കരുതിക്കൂട്ടി കൽപ്പിച്ചുകൂട്ടിയുള്ള ഏർപ്പാടുകൾ, ജാടകൾ ഉണ്ടാക്കരുത്. വല്ലിക്തിഫാഉ ബിൽ വലീമത്തി ശർഇയ്യ, അത് മതപരമായ വലീമ കൊണ്ട് മതിയാക്കണം. അല്ലത്തി ലാ തുകല്ലിഫു സൗജൈനി കസീറ, ആണിനോ പെണ്ണിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലാകണം. അൽ അസ്ലഹല്ലാഹു ഹലൽ മുസ്ലിമീന ജമീഅ, മുസ്ലിങ്ങളുടെ മുഴുവൻ അവസ്ഥയും അല്ലാഹു നന്നാക്കി തീർക്കുമാറാകണേ. വവഫഖഹും ലിത്തമസ്സുകി ബിസുന്നതി ഫി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും അല്ലാഹുവേ അവർക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകണേ എന്ന്. ഇത് ആ ഫത്വയുടെ അവസാന ഭാഗമാണ്. ആദ്യ ഭാഗത്ത് പറയുന്നത് അൽ മശ്റൂ തഖ്ഫീഫുൽ മുഹൂർ വതഖ്ലീലുഹു, മഹർ കുറക്കുക എന്നതാണ്, ലളിതമാക്കുക എന്നതാണ് നിയമപരമായിട്ടുള്ളത്. ഫഅദുൽ മുനാഫസത്തി ഫീ ദാലിക, അതിലെ കിടമത്സരങ്ങൾ ഒഴിവാക്കലാണ് വേണ്ടത്. അമലൻ ബിൽ ഹദീസിൽ കസീറൽ വാരിദ ഫീ ദാലിക, അതിൽ വന്ന ധാരാളം ഹദീസുകളെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെയാകണം. വതസ്ഹീല സിവാജി, വിവാഹം എളുപ്പമാക്കണം. വഹിർസൻ അലാ ഹിഫത്തി ശബാബി വൽ ഫതയാത്ത്, യുവാക്കളുടെ ചാരിത്ര സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വലാ യജൂസു ലിൽ ഔലിയാ ഇസ്റാഫു അംവാലിൻ ലിഅൻഫുസിഹിം ലിഅന്നഹു ലാ ഹഖ്ഖ ലഹും ഫീ ദാലിക, പെണ്ണിന്റെ വീട്ടുകാർ മഹർ കൂടുതൽ ചോദിക്കുന്ന രീതി ഉണ്ടാകരുത് തുടങ്ങി ആ കാര്യം അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വൈവാഹിക രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് എന്ന് ഇത്തരം ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലൗ അന്ന റജുലൻ അഅ്താ ഇംറഅതൻ, ഒരു സദാഖൻ മിൽഅ യദൈഹി ത്വആമൻ, തന്റെ രണ്ട് കൈകൾ നിറയെ വെറും ഭക്ഷണം, ചോറോ ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റേ പത്തിരിയോ രണ്ട് കയ്യിൽ കൊടുത്താൽ കാനത്തിൽ ഹലാല, അതവർക്ക് അനുവദനീയമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബൈഹഖിയിലെ 14149 ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോ വിവാഹം ലളിതമാക്കലാണ് വേണ്ടത്. ആ രംഗത്ത് സ്ത്രീധനം വിവാഹത്തിന്റെ ചെലവുകളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അഥവാ വിവാഹത്തിന്റെ ചെലവുകൾ സ്ത്രീധനത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് വ്യക്തമാണ്. അല്ലാഹു പറയുന്നു വലാ തുബ്ദിറു തബ്ദീറ, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ ചെകുത്താന്മാരുടെ ചങ്ങാതിമാരാണ്. കേരള നൂത്തുൽ മുജാഹിദീൻ, അതുപോലെ മുസ്ലിം സംഘടനകൾ, MSSന്റെ നേതൃത്വത്തിൽ 43 സംഘടനകൾ 21 മണിക്കൂർ ദീർഘമായി ചർച്ച ചെയ്ത് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ വിവാഹം ലളിതമാക്കാൻ വേണ്ടിയുള്ള 9 നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അതിലൊന്ന് വിവാഹം അസറിനും മഗ്രിബിനും ഇടക്കുള്ളതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. കേരള നൂത്തുൽ മുജാഹിദീന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി അവിടെ വിവാഹം അസറിനും മഗ്രിബിനും ഇടക്കാക്കുക എന്ന പ്രയോഗം മാറ്റിയിട്ട് ആക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര ശ്രമിക്കുക എന്ന് ആക്കിയത് ഇന്ന് ഞാൻ ഓർമ്മിക്കുകയാണെന്ന്. ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ ആ കത്ത് MSSന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനാ ഏകോപന സമിതി എന്ന സംഘം എഴുതിയ കത്ത് കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവിൽ അബ്ദുൽ മജീദ് വാരണക്കര വായിച്ചത് ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ്. ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് വിവാഹം അസറിനും മഗ്രിബിനും ഇടക്കാക്കുക. വിവാഹം രണ്ട് വീട്ടിലുമുള്ളതിന് പകരം ആണിന്റെ കല്യാണം ആണിന്റെ വീട്ടിൽ, പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ കല്യാണം. എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ ബിരിയാണി വേറൊന്നുമില്ല, കല്യാണം എന്നല്ലേ ഉള്ളൂ, നിക്കാഹല്ലേ ഉള്ളൂ. അതിന് പകരം രണ്ട് വീട്ടിലും കല്യാണം നടക്കുന്നതിന് പകരം വില കുറഞ്ഞ ചെലവ് കുറഞ്ഞ ഹോളുകളിലോ മദ്രസകളിലോ പള്ളികളിലോ വിവാഹം നടത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജീവിതത്തിൽ ഉടുക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളാകണം. അല്പം വില കൂടിയതായാലും ശരി, മൂത്രമൊഴിച്ചാൽ ഒന്ന് കഴുകാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങളാകരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരവുകളെപ്പറ്റി, അനാവശ്യമായ യാത്രകളെപ്പറ്റി, വിവാഹശേഷമുള്ള നിരന്തരമായ സൽക്കാര പരമ്പരകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം സൗഹൃദ സന്ദർശനങ്ങളാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹർ കൊടുത്തിട്ടില്ല എന്ന കാര്യം നമ്മളിവിടെ പറയുകയുണ്ടായി. അതുപോലെ ആഭരണ ഭ്രമം ഒഴിവാക്കണം. കേരള നൂത്തുൽ മുജാഹിദിന്റെ ഐതിഹാസികമായ സമ്മേളനം
87 ഡിസംബർ മാസത്തിൽ കുറ്റിപ്പുറത്ത് നടന്നപ്പോൾ കുറ്റിപ്പുറത്തെ ഭാരതപ്പുഴയുടെ മത്സരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് അവിടെ 16 പ്രമേയങ്ങൾ പാസാക്കുകയുണ്ടായി. അതിലാണ് ആ സമ്മേളനത്തിലാണ് സ്ത്രീധനം എന്ന വിഷയം ആദ്യമായി വളരെ വിശാലമായ ഒരു വേദിയിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം സന്തോഷത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. ആ പ്രസിദ്ധമായ 16 പ്രമേയങ്ങളിൽ 2 പ്രമേയം ഇവിടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഒന്ന്, ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം. ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് 1987 ബഹുമാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടു, നിങ്ങൾ സർക്കാരിനോട് ഗവൺമെന്റ് ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം. 1 കോടി രൂപയുടെ ആഭരണം വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യേണ്ട, ഒരു തുണ്ട് ഭൂമി 1000 റുപ്യക്ക് വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമമുണ്ടല്ലോ, ആ നിയമം മാറ്റിയിട്ട് ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ പ്രസിദ്ധമായ പ്രമേയം ആഭരണ ഭ്രമം ഒഴിവാക്കുക എന്നതാണ്. വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന 10,000-കണക്കിന് പെണ്ണുങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുമ്പോൾ, അവിവാഹിതകളും വിധവകളും വിവാഹമോചിതകളും ഉണ്ടാകുമ്പോൾ, വിവാഹമോചനം ഒരു തരി ആഭരണത്തിന് വേണ്ടി, ഒരു മാലയ്ക്ക് വേണ്ടി, വളക്ക് വേണ്ടി ഉണ്ടാകുമ്പോൾ, ആ പാവങ്ങളെപ്പറ്റി പാവമെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളെ ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ജനങ്ങളോട് പറഞ്ഞത്. 4 നൂറ്റാണ്ട് കഴിഞ്ഞു. 87 അത്. ഇപ്പോൾ 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 26ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ സംഘടനകളോട്, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തോട്, സംസ്ഥാന സമ്മേളനങ്ങൾ നടത്തുന്ന ആളുകളോട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, ഒരു എളിയ സ്ത്രീധന വിരുദ്ധ പ്രവർത്തകൻ എന്ന നിലക്ക് പറയാനുള്ളത്, ആഭരണ ഭ്രമം ഒഴിവാക്കുക എന്ന അന്നത്തെ ആ പ്രമേയത്തിലെ ഭ്രമം എന്ന വാക്ക് ഒഴിവാക്കുക, പകരം ആഭരണം ഒഴിവാക്കുക എന്ന് പ്രമേയം മാറ്റിയെഴുതണം. ആഭരണം ഒഴിവാക്കിയാൽ സ്ത്രീധനത്തിന്റെ 90% ഇല്ലാതായിത്തീരും. യാതൊരു അത്യാവശ്യവുമില്ലാത്ത ഒരു വസ്തുവായി ആഭരണം മാറിയിരിക്കുകയാണ്. സ്ത്രീ തന്നെ സൗന്ദര്യമാണ്. സ്ത്രീക്ക് വസ്ത്രമുണ്ട്, മൊബൈലുണ്ട്, ചെരുപ്പുണ്ട്, കൊടയുണ്ട്, വാനിറ്റി ബാഗുണ്ട്, വീടുണ്ട്, വാഹനങ്ങളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്. അത്യാവശ്യമില്ലാത്ത രീതിയിലാണ് ഈ ആഭരണത്തിന്റെ പേരിലാണ് ഒരുപാട് കള്ളക്കടത്തുകൾ നടക്കുന്നത്, കൊലപാതകം നടക്കുന്നത്. മാല പറിച്ചോടുന്നു, കമ്മല് പറിച്ചോടുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ സ്ത്രീകളുടെ ആഭരണങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു. ഒരുപാട് കൊലപാതകം നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു. പിന്നെയോ പലിശ എന്ന ഭീകരമായ നീരാളിപ്പിടുത്തം ആഭരണത്തിന്റെ പേരിൽ നടക്കുന്നു. പലിശക്ക് പണയം വെക്കുന്നു. അത് നിഷിദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. പലിശ കൊടുക്കുന്നവനെയും തിന്നുന്നവനെയും തീറ്റുന്നവനെയും കണക്കെഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹ് മുസ്ലിമിലുണ്ടല്ലോ. എങ്കിൽ ആ പലിശക്ക് കാരണമായിരിക്കുന്ന ഒരു വസ്തുവാണ് ആഭരണം. എങ്കിൽ അത് ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി, ആങ്ങളയുടെ ആവശ്യത്തിന് വേണ്ടി, കുടുംബക്കാരുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ പെണ്ണ് പങ്കാളിയാകുന്നു. മാത്രമല്ല, ഇവിടെ കല്യാണത്തിന്റെ ദിവസത്തിൽ പുതുമണവാട്ടിക്ക് ആവശ്യമായ വസ്ത്രം മുഴുവൻ കൊണ്ടുപോയി കൊടുക്കുന്നു. ചെരുപ്പ് മുതൽ ചീർപ്പ് വരെ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് ചെറുക്കന്റെ വീട്ടുകാരെല്ലാവരും കൂടി റൂമിൽ കൊണ്ടുപോയി അവളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ വസ്ത്രം അണിയിക്കുന്നു. എന്താ ചെറുപ്പക്കാരന്റെ പെങ്ങന്മാരെ, സഹോദരിമാരെ, കൂട്ടുകുടുംബാദികളെ അവളുടെ ആഭരണം അഴിപ്പിച്ചു വെക്കാത്തത്? ഒരു തുണ്ട് ടവല് അവൾ പറയാണ്, എന്റെ വാപ്പ തന്ന ടവല് ഞാൻ ഉപയോഗിച്ചുള്ള. പറ്റില്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അവളുടെ അടിവസ്ത്രവും മുകൾ വസ്ത്രവും എല്ലാം അഴിപ്പിക്കുന്ന സഹോദരന്മാരെ അവരുടെ ആഭരണം അഴിപ്പിച്ചു വെക്കണം. എങ്കിലേ അത് ശരിയാവുകയുള്ളൂ. പുരുഷന്റെ വകയാകണം ആഭരണം. അതാണ് വിഷയം. അപ്പോൾ ഏറ്റവും വലിയ സ്ത്രീധനം ആഭരണമാണ്. അത് പലിശക്ക് കൊടുക്കുന്നു, അത് തെറ്റായി മാറുന്നു. മാത്രമല്ല, 40 കൊല്ലം സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സംഖ്യ സക്കാത്തിൽ നിന്നല്ല, സംഖ്യ ആഭരണത്തിൽ നല്ല എടുക്കുന്നെങ്കിൽ ആ 100 പവൻ അങ്ങനെ തന്നെ കിടക്കുന്നു. 40 കൊല്ലം കഴിയുമ്പോൾ 100 കൊല്ലം കൊണ്ട് 40 പവന് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞു. 40 പവൻ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞു. വീണ്ടും 100 പവൻ അവിടെ ബാക്കിയാവുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ദുരന്തങ്ങൾ ഇതിന്റെ പേരിലുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാ സഹോദരന്മാർക്കും കല്യാണം ഉണ്ടാകണം. അതിന് തടസ്സമായിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആഭരണഭ്രമം. 2 കല്യാണത്തിന്റെ വർദ്ധമാനമായ ചെലവുകൾ. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് സാന്ത്വനമേകുന്നത്, സമാധാനമേകുന്നത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് സാന്ത്വനമേകുന്നത്. ഒരു പെണ്ണ് പള്ളിയിൽ വരികയാണ്. പള്ളിയിൽ വരുന്നു പെണ്ണ് പള്ളിയിൽ വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെയും. പക്ഷേ ആ പെണ്ണ് വന്നത് എന്തിനാണെന്നോ, എന്നെ ഇതാ താങ്കൾക്ക് തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമർപ്പിക്കാനാണ് വന്നത്. റസൂലുള്ളാഹി അവളെ നോക്കി തലതാഴ്ത്തി. ആ പെണ്ണ് കുറെ നേരം അവിടെ നിന്നു. റസൂലുള്ളാഹിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാൾ
ആ ആൾ ചോദിക്കുന്നു റസൂലുള്ളയോട്, ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആരോടാ ചോദ്യം? നമ്മുടെ രാജ്യത്തെ കള്ളന്മാരായ ദല്ലാളിമാരാണെങ്കിൽ, സ്വന്തം ആൺമക്കളെ വിറ്റ് കാശാക്കുന്ന കണ്ണുചോരയില്ലാത്ത പിതാക്കളാണെങ്കിൽ ചോദിക്കുന്നത് ആരോടാ? പെണ്ണിന്റെ വീട്ടുകാരോടാ. റസൂലുള്ള ചോദിക്കുന്നത് ആണിനോടാണ്. അതാണ് ഇസ്ലാം. ആണിനോടാ ചോദിക്കുന്നത്. പുരുഷനോട് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ആ സഹോദരൻ പറയുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ല. റസൂലുള്ള പറയുന്നു, ഒന്ന് വീട്ടിൽ പോയി നോക്ക്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഞാൻ ഈ ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. ബുഖാരിയിലെ 5029, 5030, 5087, 5121, 5126 തുടങ്ങി, മുസ്ലിം 1425 തുടങ്ങി ഹദീസുകളിൽ അത് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, ഇൽതമിസ് വലൂ ഖാതമൻ മിൻ ഹദീദിൻ, ഒന്നുമില്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിൽ. സാധാരണ പള്ളിയിൽ വരുന്ന പുരുഷന്റെ കയ്യിലുണ്ടാകുക പണമാണ്, ദിർഹമോ ദിനാറോ മറ്റെന്തെങ്കിലും ഉണ്ടാകും, ഒന്നുമില്ലെങ്കിൽ ഇരുമ്പിന്റെ മോതിരമെങ്കിലും കൊണ്ടുവാ. അദ്ദേഹം പോയി മടങ്ങി വന്നിട്ട് പറയുന്നു, ഞാൻ ഉടുത്ത ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആ വസ്ത്രം അവൾക്കെടുത്തു കൊടുത്താൽ പിന്നെ നീ എന്ത് ധരിക്കുമെന്ന്. ലളിതമായ പച്ചയായ ചോദ്യമാണ്. അപ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിനക്ക് ഖുർആൻ എത്ര സൂറത്ത് അറിയാം? അപ്പൊ എനിക്ക് നിന്റെ സൂറത്തുകൾ അറിയാം. എങ്കിൽ ഖുർആൻ, നിന്റെ പക്കലുള്ള ഖുർആൻ സൂറത്തുകൾ, ആയത്തുകൾ. മഹർ നിശ്ചയിച്ച് ഞാനിതാ നിനക്ക് അവളെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. മഹർ 2 വിധം. ഒന്ന്, വില നിശ്ചയിക്കാൻ പറ്റുന്നത്, അതാണ് ഇരുമ്പിന്റെ മോതിരം, അതാണ് പണം, അതാണ് മുസാഫ്, അതാണ് ഖുർആൻ പരിഭാഷ, അതാണ് മൊബൈല്, അതാണ് ചെരുപ്പ്, അതാണ് 2 കൈ നിറയെ ഭക്ഷണം, അതെല്ലാം. രണ്ടാമത്തേത് വില നിശ്ചയിക്കാൻ പറ്റുന്നത്, അതാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൽ. ഇങ്ങനെ ലളിതമാണ് വിവാഹരംഗം. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ആയിരം ആളുകളെ വിളിച്ചു വരുത്തി വലിയ പന്തലൊരുക്കി വലിയ ഭക്ഷണ സദ്യകൾ ഒരുക്കി കഷ്ടപ്പെടേണ്ടതില്ല. പിന്നെയോ ഒരു മൊട്ടുസൂചി എടുക്കുവാൻ JCB വേണ്ട എന്ന സന്ദേശം നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുറന്ന ചർച്ചയാണ്. നമ്മൾ പല ആളുകളും പല സഹോദരങ്ങളും കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. ആരും മൈക്ക് ചാടാതെ നമ്മളെ ഓരോരുത്തർ അതിന്റെ മുൻഗണന അനുസരിച്ച് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. ഒന്നുകൂടി ഉണർത്തുകയാണ്, സ്ത്രീധനവും ധൂർത്തും. മൈക്ക് റിലീസ്.